കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് നമുക്ക് ഒന്നും കൂടി കേട്ട് മുന്നോട്ട് പോകാം. മൈത്രേയ മുനി പറഞ്ഞു, ഇപ്രകാരം ആദിരാജാവായ പൃഥ്വിനാൽ സ്തുതിക്കപ്പെട്ട സർവസാക്ഷിയായ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങേക്ക് എന്നിൽ കാക്ഷിച്ച വിധത്തിലുള്ള ഭക്തി ഉണ്ടാകട്ടെ. എന്ത് ഭക്തിയാണോ ഉണ്ടാകണമെന്ന്, എന്ത് ഭക്തി ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ച, ഭേദതലത്തിൽ വിഹരിക്കുവാൻ ഉള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ബോധം എനിക്കുണ്ടാകാതിരിക്കട്ടെ. അഭേദമായതിനെ കാക്ഷിക്കുവാനും അതുമായിട്ട് ഒന്ന് ചേരുവാനുമുള്ള ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. ആ ഭക്തി, അതായത് എന്നിൽ നിന്ന് വേറൊരാളാണ് ഭഗവാൻ, ആ ഭഗവാനോട് എനിക്ക് ഭക്തി ഉണ്ടാകട്ടെ എന്നല്ല, എൻ്റെ തന്നെ സ്വരൂപമാണ് ഭഗവാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് അതിൽ തന്നെ നിരന്തരമായി നിൽക്കുവാനുള്ള ഭക്തി ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് ഭഗവാൻ കൊടുത്തു. അങ്ങേക്ക് എന്നിൽ കാക്ഷിച്ച വിധത്തിലുള്ള ഭക്തി ഉണ്ടാകട്ടെ. അങ്ങയുടെ ബുദ്ധി വിഷയസുഖങ്ങളാൽ ആകർഷിക്കപ്പെടാതെ എന്നിൽ ദൃഢമായി ഉറച്ചത് എത്രയും ശ്രേയസ്കരമാകുന്നു. ഇതത്ര എളുപ്പമല്ല. അതായത് വിഷയസുഖങ്ങളിൽ ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ് ബുദ്ധിയുടെ സ്വഭാവം. കാരണം ബുദ്ധി ഭേദബുദ്ധിയാണ്. ഈ ഭേദബുദ്ധി കൊണ്ട് ആൾക്കാർ വിഷയസുഖങ്ങളാണ് ആഗ്രഹിക്കുക. അപ്പൊ അങ്ങയുടെ ബുദ്ധി വിഷയസുഖങ്ങളാൽ ആകർഷിക്കപ്പെടാതെ, ഈ പലതിൻ്റെയും പുറകെ പോകാതെ, അതെങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത്? ഈ പലതിൻ്റെയും പുറകെ കുറച്ചു കാലം പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. അദ്ദേഹം ആദിരാജാവാണ്. നേരത്തെ പറഞ്ഞു ആദിരാജാവായ പൃഥു എന്നാണ്. അതായത് ജീവിതാനുഭവങ്ങൾ നല്ലവണ്ണം ഉണ്ട് ഈ രാജാവിന്. പ്രയത്നത്തിലൂടെ പലതും നേടുകയും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് മഹാരാജാവ്. ജയം മാത്രമല്ല, പരാജയവും അനുഭവിച്ചിട്ടുണ്ട്. തൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇങ്ങനെ ഈ പലതിൻ്റെ പുറകെയും ഓടുന്നത് സുഖമായിട്ടുള്ള കാര്യമല്ല, ഇത് നിത്യ അസംതൃപ്തിയാണ് സംഭാവന ചെയ്യുക. അതുകൊണ്ട് ഇതിൻ്റെ പുറകെ അല്ല പോകേണ്ടത്. ഇതല്ലാത്ത, ഇങ്ങനെയല്ലാത്ത, ഈ ഭേദതലത്തിലല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അദ്ദേഹത്തിന് അതിനൊരു ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അതായത് ഭേദതലത്തിലല്ലാതെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ പരമമായതിനെ, ഈ എല്ലാത്തിനെയും അദ്ദേഹം വിശകലനം ചെയ്തു നോക്കുമ്പോൾ ഈശ്വരൻ അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആ ഈശ്വരനെ കാക്ഷിക്കുക എന്നുള്ളതാണ് പരമമായ തലം. ആ ഈശ്വരൻ തന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നയാളാണോ എന്ന് ചിന്തിച്ചപ്പോൾ അല്ല, തൻ്റെ തന്നെ ബോധമായി നിൽക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതിലേക്ക് എത്തുക എന്നുള്ളതായി അദ്ദേഹം, അതുമായിട്ടൊന്നു ചേരുക, അതാണ് ഭക്തി. രണ്ടായി നിൽക്കുന്നു എന്ന് തോന്നുന്നതിനെ ഒന്നാക്കി തീർക്കുന്ന പരമപ്രേമമാണ് ഭക്തി. പ്രേമത്തിൻ്റെ പാരമ്യത എന്ന് പറയുന്നത് ഒന്നായി തീരുക എന്നുള്ളതാണ്. അപ്പം അങ്ങയുടെ ബുദ്ധി, സാധാരണ ബുദ്ധി വിഷയസുഖങ്ങളിൽ വ്യാപരിക്കുക ചെയ്യുക. ജോലി വേണേ, പ്രമോഷൻ വേണേ, മക്കളുണ്ടാകണേ, മക്കൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിക്കണേ, ഞങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരെ കല്യാണം കഴിക്കണേ, ഞങ്ങൾ വിചാരിക്കുന്ന പോലത്തെ മക്കൾ അവർക്കുണ്ടാകണേ, ഞങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വീട് അവർക്കുണ്ടാകണേ, ഞങ്ങൾ വിചാരിക്കുന്ന എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയാണ്. വേറെ ആർക്കും വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമ്മൾ കൊടുക്കുകയില്ല. അതാണ് ഭേദബുദ്ധി. ആ തലത്തിലല്ല പൃഥു മഹാരാജാവ്. പൃഥു മഹാരാജാവിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് വിഷയസുഖങ്ങളിൽ ആകർഷിക്കപ്പെടുന്നതല്ല. അങ്ങനത്തെ ബുദ്ധി ഉണ്ടാകുന്നതാണ് ഏറ്റവും ശ്രേയസ്കരം. അങ്ങനത്തെ ബുദ്ധി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈശ്വരാനുഗ്രഹം വേണം. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലയോ ഭഗവാനെ, ഈ പലതാകുന്ന വലയിൽപ്പെട്ടുഴറാതെ ഏകമായതിലേക്ക് എന്നെ എത്തിച്ചു ചേർക്കുവാൻ ആവശ്യമായ വിധത്തിൽ എൻ്റെ ബുദ്ധി പ്രചോദിതമാക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന
പ്രാർത്ഥനയോടുകൂടി ഇരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ശ്രീ അറോബിന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആസ്പയർ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വേഴാമ്പല് മഴവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. ആ മഴ പെയ്യിക്കാൻ വേഴാമ്പലിന് സാധിക്കില്ല. ഏതുപോലെയാണോ വരണ്ട തൊണ്ടയുമായി മഴയ്ക്കു വേണ്ടി വേഴാമ്പൽ കാത്തിരിക്കുന്നത്, മഴ പെയ്യും. അതേപോലെ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് തപസ്. അതെപ്പോ കിട്ടും എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. ആ കാത്തിരിപ്പാണ്, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള തപം ആണ് തപസ്. തപിക്കൽ ചൂടാവലാണ്, വേവലാതിപ്പെടലാണ്, ഉഷ്ണിക്കലാണ് തപസ്. അങ്ങയുടെ ബുദ്ധി വിഷയസുഖങ്ങളാൽ ആകർഷിക്കപ്പെടാതെ എന്നിൽ ദൃഢമായി ഉറച്ചത് എത്രയും ശ്രേയസ്കരമാകുന്നു. എങ്ങനെയാ ഞാൻ, ഭഗവാന്റെ ഞാൻ ഉണ്ടെന്ന് മനസ്സിലായത്? ഈ ശാസ്ത്ര ശ്രവണ പാരായണ ശ്രവണ പഠന മനനങ്ങളിലൂടെ. അതുകൊണ്ട് ശാസ്ത്ര പഠനം അനിവാര്യമാണ്. ഈശ്വരൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നറിയുവാൻ, പരമമായതിനെ കുറിച്ചറിയുവാൻ പണ്ടിത് കണ്ടെത്തിയവരുടെ എഴുത്തുകളും മറ്റും വായിക്കുകയും കേൾക്കുകയും ചെയ്യണം. ശാസ്ത്ര അഭ്യാസത്തിലൂടെയാണ് ഇത് തിരിച്ചറിയുക. അല്ലാതെ വെറുതെ ഒന്നും ഇത് മനസ്സിലാവില്ല. അത് ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ നമുക്ക് എവിടുന്നെങ്കിലും തരമാകും. അവധാനതയോടുകൂടി ജീവിച്ചു മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പരമമായതിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പക്ഷെ ഭേദബുദ്ധി നമ്മളെ കപടന്മാരുടെ പിടിയിൽപ്പെടുത്തും. നമ്മളുടെ ആഗ്രഹങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ അവ പെർസ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പെടാപ്പാടിൽ പോയി പെട്ടു. പെടുന്നത് നമ്മുടെ തന്നെ ഈ ദുരാഗ്രഹം കാരണമാണ്. അല്ലെ നമ്മൾ അങ്ങനെ കെണിയിലൊന്നും പോയി പെടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രാ മധ്യേ നമ്മൾ ഈശ്വരനെ പരിചയപ്പെടും. നമ്മൾ ഈശ്വരനെ കുറിച്ചിട്ടുള്ള ലിറ്ററേച്ചറുകൾ, സാഹിത്യം വായിക്കും. നമുക്ക് യോജിച്ച രീതിയിലുള്ളത് നമ്മൾ കണ്ടെത്തും. നമ്മുടെ ബുദ്ധി കണ്ടെത്തും. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ കണ്ടെത്തും. നമ്മൾ വലിയ പ്രയത്നമൊന്നും നടത്തണ്ട. നമുക്കെങ്ങനെയാ ഇപ്പം ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇഷ്ടമായി തീർന്നത്? നമ്മൾ പ്രയത്നിച്ച് നടന്നിട്ടാ? നമ്മളുടെ യാത്രാമധ്യേ നമ്മൾ ഈ പല ആഹാര പദാർത്ഥങ്ങളെയും പരിചയപ്പെടാനിടയായി. അതിൽ ചിലത് നമുക്ക് ഇഷ്ടമായി, ചിലത് നമുക്ക് ഇഷ്ടമല്ല. അതേപോലെ അവധാനതയോടെ ജീവിതയാത്രാമധ്യേ യാത്ര ചെയ്യുമ്പോൾ, അവധാനതയോടെയുള്ള ജീവിതയാത്രാമധ്യേ നമുക്ക് ഈശ്വരനെ പരിചയപ്പെടാനിടവരും. ആ പരമമായ തലത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ആഗ്രഹം നമ്മളിൽ നാമ്പിടും. അതിനെ നമ്മൾ പതുക്കെ ശുശ്രൂഷിച്ച് വളർത്തിയാൽ മതി. അങ്ങയുടെ ബുദ്ധി വിഷയസുഖങ്ങളാൽ ആകർഷിക്കപ്പെടാതെ എന്നിൽ ദൃഢമായി ഉറച്ചത് എത്രയും ശ്രേയസ്കരമാകുന്നു. അതാണ് ശ്രേയസ്കരം. നേരെ മറിച്ച് അങ്ങ് വേറെ എന്തെങ്കിലും ചോദിച്ചിരുന്നു എന്ന് വിചാരിക്കുക, അല്പമായത് ഞാൻ തന്നേനെ, പക്ഷെ അത് ശ്രേയസ്കരമല്ല. എന്നാൽ പിന്നെ ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കണ്ടേ, ഇത് ശ്രേയസ്കരമല്ല, മറ്റേതാ ചോദിക്കേണ്ടതെന്ന്. ഭഗവാൻ അങ്ങനെ ഇടപെടലുകൾ നടത്തുകയല്ല. ഭഗവാൻ ആധുനിക കാലഘട്ടത്തിലെ രക്ഷിതാവല്ല. ആധുനിക കാലഘട്ടത്തിലെ രക്ഷിതാവാണ്. അവരുടെ നഷ്ടമോഹങ്ങളെ പൂവണിയിക്കാൻ വേണ്ടി മക്കളുടെ ജീവിതത്തിൽ വല്ലാത്ത ഭാരമായി ഇടപെടുന്നത്. നേരത്തെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു സർവസാക്ഷിയാണ്. അദ്ദേഹം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ അനുവദിക്കും. ഈ വിധത്തിലുള്ള ഭക്തി കൊണ്ടാണ് ഉപേക്ഷിക്കാൻ ഏറെ പ്രയാസമുള്ള എൻ്റെ മായയെ ഭക്തന്മാർ മറികടക്കുന്നത്. ഈ വിധത്തിലുള്ള ഭക്തി, ശ്രേയസ്കരമായ വിധത്തിലുള്ള ഭക്തി, അഭേദതലത്തിലുള്ള ഭക്തി, പരമമായതുമായിട്ട് ഒന്നായി തീരുവാൻ ആഗ്രഹത്തോടു കൂടിയ ഭക്തി, അവധാനതയോടുകൂടി ജീവിച്ച് മുന്നോട്ടു പോകുമ്പോൾ നേട്ടകോട്ടങ്ങളെ വിശകലനം ചെയ്തുരുത്തിരിഞ്ഞു വരുന്ന പരമമായ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്
പരമമായതിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിതീവ്രമായ ഭക്തി, ആ ആസ്പിരേഷൻ, അതൊന്നുകൊണ്ട് മാത്രമാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ളതും അബ്സല്യൂട്ട് ആയിട്ടുള്ളതുമായിട്ട് ഒന്നായി ചേരണം, അതാണ് തൻ്റെ സ്ഥാനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തുവാൻ സന്നദ്ധമായി നിൽക്കുന്ന രീതിയിലുള്ള ഭക്തി. അത് വികാരമല്ല, അതൊരവസ്ഥയാണ്. ആ ഭക്തിയാണ് മായയ്ക്കപ്പുറം കൊണ്ടുപോകാൻ സഹായിക്കുക. ബാക്കിയൊക്കെയുള്ള ഭക്തി മറ്റ് വികാര വിചാരങ്ങൾ പോലെ രസകരമാണ്, അതിനപ്പുറം അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതിനപ്പുറം അതിന് പ്രയോജനമുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം ഭക്തന്മാരുള്ള ഈ നാട് എന്നേ നന്നായി പോയിട്ടുണ്ടാവും. ഇത്രയൊന്നും ഭക്തന്മാരില്ലാത്ത വിദേശ രാജ്യങ്ങളെയല്ലേ നമ്മൾ വികസിത രാജ്യം എന്ന് വിളിക്കുന്നത്. ഇത്രയധികം ഭക്തന്മാരുള്ള ഈ നാട് ഇപ്പോഴും വികസിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തിക്ക് മാത്രമല്ല, വ്യക്തിയിലൂടെ അത് സമാജത്തിലേക്കും സമൂഹത്തിലേക്കും രാഷ്ട്രത്തിലേക്കും ലോകത്തിലേക്കും ഒക്കെ പരക്കണം. അപ്പോൾ മാത്രമേ അത് സത്യമായിട്ടുള്ളതാവുകയുള്ളൂ. അല്ലാതെ ഞാനും എൻ്റേതെന്ന് ഞാൻ കരുതുന്ന ഇട്ടാവട്ടത്തിലും മാത്രം ഈശ്വരാനുഗ്രഹം ഇങ്ങനെ തത്തിക്കളിക്കുക, അത് സ്വാർത്ഥതയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഉപേക്ഷിക്കാൻ ഈ വിധത്തിലുള്ള ഭക്തി കൊണ്ടാണ് ഈ ആസ്പിരേഷൻ, പരമമായതുമായിട്ടൊന്നായി തീരുവാനുള്ള ആ ശക്തമായിട്ടുള്ള ആസ്പിരേഷൻ കൊണ്ടാണ് ഉപേക്ഷിക്കാൻ ഏറെ പ്രയാസമുള്ള എൻ്റെ മായയെ ഭക്തന്മാർ മറികടക്കുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം, വേറെ ഒരു സാധനയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഈ അവധാനതയോടുകൂടി ജീവിച്ച് അസംതൃപ്തിയെ തരുന്ന, പരിമിതമായ സുഖത്തെ തരുന്ന, സംഘർഷഭരിതമാക്കുന്ന കാര്യങ്ങൾക്കപ്പുറം പോകാൻ ഉള്ള ഒരു അദമ്യമായ ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ താനെ സംഭവിച്ചുള്ളൂ. പ്രജാപരിപാലകനായ അങ്ങ് ഭഗവാൻ പൃഥുവിനോട് പറയുകയാണ്, പ്രജാപരിപാലകനായ അങ്ങ് എൻ്റെ കൽപ്പനയെ മാനിച്ച് എല്ലാവരോടും സമഭാവനയോടെ പെരുമാറി ശ്രദ്ധാപൂർവം രാജ്യത്തെ സംരക്ഷിച്ചാലും അതാണ് അങ്ങയുടെ ധർമ്മം. എൻ്റെ ആജ്ഞയനുസരിച്ച് ജീവിക്കുന്ന സകലരും എല്ലായിടത്തും ക്ഷേമൈശ്വര്യങ്ങളെ പ്രാപിക്കുന്നു. പ്രജാപരിപാലകനായ അങ്ങ് പരമമായതിനെ പ്രാപിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട്, അതല്ലാതെ വേറെ ഒന്നിനെയും ആഗ്രഹിക്കാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ച പൃഥു മഹാരാജാവിനോട് ഭഗവാൻ പറയുകയാണ്, പ്രജാപരിപാലകനായ അങ്ങ് അദ്ദേഹത്തിൻ്റെ സ്വധർമ്മത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ളതിനെ ആഗ്രഹിച്ചുകൊള്ളൂ, അതായി തീരുവാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നവും നടത്തിക്കൊള്ളൂ. പക്ഷേ ആ പ്രയത്നം തൻ്റെ ഉത്തരവാദിത്വങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടാകരുത്. വ്യക്തിയിൽ നിക്ഷിപ്തമായിട്ടുള്ള സ്വഭാവാനുസൃതമായിട്ടുള്ള പ്രവർത്തികളെ നിരന്തരം ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ പരമമായതിനെ ആഗ്രഹിക്കുന്ന ആൾക്കു പോലും അധികാരമില്ല. യു ഹാവ് ടു ലിവ് യുവർ ലൈഫ്. ജീവിതം ഉപേക്ഷിക്കാൻ ആർക്കും ജീവിതം ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല, വേഷം മാറാൻ മാത്രമേ പറ്റുള്ളൂ. കരസ്കരത്തിൻകുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പു ശമിപ്പതുണ്ടോ, കുഞ്ചുനമ്പ്യാർ പാടിയതാണ്. അതുകൊണ്ട് വേഷം മാറിയത് കൊണ്ടൊന്നും സ്വഭാവം മാറില്ല, പേര് മാറിയത് കൊണ്ടൊന്നും സ്വഭാവം മാറില്ല. അതുകൊണ്ട് അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. സ്വധർമ്മം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അനുഷ്ഠിക്കുക, പരമമായതിലേക്ക് എത്തിച്ചേരുവാൻ നിരന്തരം ആഗ്രഹിക്കുക.
പ്രജാപരിപാലകനായ അങ്ങ് എൻ്റെ കൽപ്പനയെ മാനിച്ച്, ഞാൻ ശ്രേയസ്കരമായ ഭക്തിയെ പ്രദാനം ചെയ്തു, ഇനി അങ്ങ് എൻ്റെ കൽപ്പനയെ മാനിച്ച് എല്ലാവരോടും സമഭാവനയോടെ പെരുമാറി ശ്രദ്ധാപൂർവം രാജ്യത്തെ സംരക്ഷിച്ചാലും. എല്ലാവരോടും സമഭാവനയോട് പെരുമാറി ഓരോരുത്തർക്കും വേണ്ടതെന്താണോ അത് ചെയ്തു കൊടുത്തുകൊണ്ട്. സമഭാവന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ അളവിൽ കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു ധാരണയുണ്ട് നമ്മുടെ ചില സമഭാവനക്കാർക്ക്. എല്ലാവർക്കും എല്ലാം ഒരേപോലെ കിട്ടണം, അങ്ങനെയല്ല. ഓരോരുത്തർക്കും അവർക്ക് എന്താണോ വേണ്ടത് അത് കിട്ടണം. അതാണ് സമഭാവന. എനിക്കും ചെരുപ്പ് വേണം, നിങ്ങൾക്കും ചെരുപ്പ് വേണം. പക്ഷെ എനിക്കും നിങ്ങൾക്കും ഒരേ അളവുള്ള ചെരുപ്പ് തന്നാൽ അത് നിങ്ങൾക്കൊരു പക്ഷെ സുഖത്തെ തരും. ആ ചെരുപ്പിട്ട് നടന്നാൽ എനിക്ക് അത് ഡിസ്കംഫർട്ടായിരിക്കും. അപ്പോൾ എൻ്റെ കാലിൻ്റെ അളവിനുള്ള ചെരുപ്പും നിങ്ങളുടെ കാലിൻ്റെ അളവിനുള്ള ചെരുപ്പ് നിങ്ങൾക്കും തരുമ്പോഴാണ് സമത്വം ഉണ്ടാവുക. അല്ലാതെ ഒരേ ഞങ്ങൾ സമഭാവനക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെരുപ്പ് കമ്പനി ഉണ്ട്, ഞങ്ങളുടെ ചെരുപ്പ് കമ്പനിയിൽ 10 എന്ന നമ്പറോട് കൂടിയ ചെരുപ്പ് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അത് ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരത്തെ ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും ധരിച്ചേ പറ്റുകയുള്ളൂ. അത് സമഭാവനയല്ല, അത് ബുദ്ധിശൂന്യതയാണ്. സമഭാവന നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് ചെയ്തു തരിക. അപ്പൊ സമഭാവനയോടുകൂടി പെരുമാറണം ഒരു രാജാവിനെങ്കിൽ എന്ത് വേണം രാജാവിന്? രാജാവിന് പ്രജകളെ അറിയണം. ദന്തഗോപുരങ്ങളിൽ വസിക്കുന്ന രാജാക്കന്മാർക്ക് പ്രജകളെ തിരിച്ചറിയുവാൻ പറ്റുകയില്ല. അപ്പോൾ ജനങ്ങൾക്ക് സദാ പ്രാപ്തരായിരിക്കണം. വാഹന വ്യൂഹങ്ങളുടെ അകത്തളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് നേതാക്കന്മാർ ജനമധ്യങ്ങളിലൂടെ കടന്നുപോയാൽ അവർക്ക് ജനങ്ങളുടെ വികാര വിചാരങ്ങൾ അറിയാൻ സാധിക്കുകയില്ല. സമഭാവനയോടുകൂടി അവർക്ക് ജനങ്ങളോട് പെരുമാറാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവർ അവരുടേതെന്ന് അവർ കരുതുന്ന ആൾക്കാരെ എല്ലായിടത്തും കുത്തിത്തിരുകുവാനുള്ള പ്രയത്നങ്ങൾ നടത്തുന്നത്. അപ്പം ഇവിടെ മഹാരാജാവിനോട് മഹാവിഷ്ണു ഭഗവാൻ ശ്രീമൻ നാരായണൻ ഓർമ്മിപ്പിക്കുകയാണ്, തൻ്റെ തന്നെ അംശമാണ് ഈ പൃഥു എന്നറിഞ്ഞുകൊണ്ട്, താൻ ഭഗവാന്റെ അംശമാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവര് പരസ്പരം സംവദിക്കുകയാണ്. പ്രജാപരിപാലകനായ അങ്ങ് എൻ്റെ കൽപ്പനയെ മാനിച്ച് എല്ലാവരോടും സമഭാവനയോടെ പെരുമാറി ശ്രദ്ധാപൂർവം രാജ്യത്തെ സംരക്ഷിച്ചാലും, ശ്രദ്ധയോടുകൂടി അവയർനെസ്സോടുകൂടി അറ്റൻറ്റീവായിട്ട് രാജ്യത്തെ സംരക്ഷിച്ചാലും, അല്ലാതെ വളരെ നിസാരമായിട്ട് കരുതി സംരക്ഷിക്കരുത്. ശ്രദ്ധയോടുകൂടി. ഇപ്പൊ ശ്രദ്ധിക്കുന്നത് എപ്പോഴാ? മൂല്യമുള്ളതിനെയാണ് ശ്രദ്ധിക്കുക. ഈ രാജ്യം അമൂല്യമാണെന്നും ഇതിലെ പ്രജകൾ അമൂല്യരാണെന്നുമുള്ള ബോധത്തോടു കൂടി അതിനെ സംരക്ഷിച്ചാലും അതാണ് അങ്ങയുടെ ധർമ്മം. ശ്രേയസ്കരമാണ് അങ്ങയുടെ ബുദ്ധി. ഞാനുമായിട്ട് ഒന്നായി ചേരണം എന്ന് തന്നെയാണ് അങ്ങയുടെ അദമ്യമായ ആഗ്രഹം. അതൊക്കെ സാധിക്കട്ടെ. പക്ഷേ അങ്ങയുടെ ധർമ്മം അനുഷ്ഠിക്കണം. എൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്ന സകലരും എല്ലായിടത്തും ക്ഷേമൈശ്വര്യങ്ങളെ പ്രാപിക്കുന്നു. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് അകത്തിരുന്നു കൊണ്ട് ഭഗവാൻ പ്രേരിപ്പിക്കുന്നതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന എല്ലാവരും എല്ലായിടത്തും ക്ഷേമൈശ്വര്യങ്ങളെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ആ ഭഗവത് ശബ്ദമായിട്ടുള്ള ആ അന്തര്യാമി ശബ്ദത്തെ കേൾക്കുവാൻ തക്ക വിധത്തില് നമുക്ക് നിശബ്ദത പാലിക്കാൻ സാധിക്കണം. നമ്മളുടെ അന്ധഃകരണം സദാ ശബ്ദമയമാണ്. അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്, കലപില കൂട്ടുന്നത് ആരാ? ചിന്തകള്. ഈ ചിന്തകളുടെ കലപിലകൾക്കിടയിൽ അന്തര്യാമിയുടെ സൂക്ഷ്മ ശബ്ദത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് കൊണ്ട് അന്തരാത്മാവായി വർത്തിക്കുന്ന ഭഗവാന്റെ ആജ്ഞയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല.
നമ്മൾ നമ്മളുടെ ചിന്തകളുടെ കലപിലകൾക്കകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അന്ധക്കരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രവർത്തികൾ കൺഫ്യൂഷനും കോൺട്രഡിക്ഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെന്ത് വേണം? നമ്മളുടെ അനാദര യോഗപ്രകാരം ഒരിടത്തിരുന്ന് ധ്യാനനിരതരായി ചിന്തകളുടെ ആധിക്യത്തെ പതുക്കെ കുറച്ച് സശ്രദ്ധം നിശബ്ദരായിരിക്കുമ്പോൾ ആകാശവാണിയായി അന്തര്യാമിയുടെ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ അന്തര്യാമിയുടെ കൽപ്പന പ്രകാരം ആജ്ഞയനുസരിച്ച് ജീവിക്കുന്ന സകലരും സകലയിടത്തും ക്ഷേമൈശ്വര്യങ്ങളെ പ്രാപിക്കുന്നു. അതാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രവൃത്തി. നമ്മളുടെ അന്തര്യാമി ബുദ്ധി, മനസ്സ്, അഹങ്കാരം തുടങ്ങിയ പ്രകൃതിജന്യമായ ഉപകരണങ്ങളെ കൊണ്ടല്ല, അതിനതീതമായിട്ടുള്ള പരമബോധത്തിൻ്റെ പരാവാണിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നതാണ് സ്പോണ്ടേനിറ്റി. അതിനെന്ത് വേണം? അത് കേൾക്കാൻ സാധിക്കണം. അതിന് നമ്മുടെ അനാദര യോഗാഭ്യാസം കൊണ്ട് സാധിക്കും. അന്തര്യാമി ശബ്ദം നമ്മൾ ശ്രവിക്കും, നമ്മളത് അനുസരിച്ച് പ്രവർത്തിക്കും. ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രവർത്തികൾ, ഈശ്വര പ്രേരിതങ്ങളായി നടത്തുന്ന പ്രവർത്തികൾ എല്ലായിടത്തും എല്ലാവർക്കും എപ്പോഴും ക്ഷേമ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യും. അതുമാത്രമേ ഉള്ളൂ ക്ഷേമൈശ്വര്യങ്ങൾക്ക് ഉണ്ടാകാനുള്ള വഴി. അവിടെയും ഇവിടെയും പോയി അതും ഇതുമൊക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും ക്ഷേമൈശ്വര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ക്ഷേമൈശ്വര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരിടത്തിരുന്ന് ചിന്തകളുടെ ബാഹുല്യത്തെ കുറച്ച് അന്തര്യാമീ ശബ്ദത്തെ കേൾക്കാൻ സാധിക്കണം. അന്തര്യാമിയുടെ നിർദ്ദേശപ്രകാരം ജീവിക്കുമ്പോഴാണ് ജീവിതം ക്ഷേമൈശ്വര്യപൂർണമായി